I am Vijay Nair, former officer, Food Corporation of India. Welcome to a new current affairs session. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധം ഉണ്ട്. ആ ഒരു ന്യൂസിന് SC pulls up TN governor sets deadline to clear bills എന്ന് പറയുന്ന ഒരു ന്യൂസാണ്. കേരളം, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകൾ സുപ്രീം കോടതി അപ്രോച്ച് ചെയ്തിരുന്നത് ഗവർണർ വെൻ ആരിഫ് മുഹമ്മദ് ഖാൻ വാസ് ദ ഗവർണർ ഓഫ് കേരള. ഹി ഓൾസോ have some issues with our government and he didn't sign some of the bills sent to him by the Kerala Legislative Assembly, Kerala government, Kerala Legislative Assembly, Kerala government. Other problem is happening in Tamil Nadu also. So first Tamil Nadu approached the Supreme Court of India, then Kerala approached the Supreme Court of India. So yesterday Supreme Court of India gave some directions, gave some verdicts to the governors of all the states in India. That is applicable to the governors of all states in India, even if that was specifically for the Tamil Nadu governor R.N. Ravi. The problem is that the governors, Article 200 of Indian Constitution അനുസരിച്ച് സ്റ്റേറ്റിൽ പാസ്സാക്കുന്ന നിയമങ്ങൾ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാകുന്ന നിയമങ്ങൾ അവർക്ക് സെൻഡ് ചെയ്യണം അവരുടെ അസന്റിന് വേണ്ടി. ആർട്ടിക്കിൾ 200 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. പക്ഷെ ഇതിൽ 3 കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ അപ്പോഴേ അസന്റ് കൊടുക്കാം. അസന്റ് കൊടുക്കുക എന്ന് വെച്ചാൽ ബില്ല് സൈൻ ചെയ്ത് അത് നിയമമാക്കാം. അതല്ലെങ്കിൽ അവർക്കത് ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻഡെഫിനിറ്റ് ഡേയ്സ് ഹി കനോട്ട് ഹോൾഡ് ദാറ്റ് ബിൽ. ബട്ട് ഇൻ തമിഴ്നാട് ആൻഡ് കേരള ദാറ്റ് വാസ് ഹാപ്പൻഡ് ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ഡേയ്സ്. യഥാർത്ഥത്തിൽ വിത്തിൻ 1 month ഡിസിഷൻ എടുത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരിച്ചയക്കേണ്ടതാണെങ്കിൽ ഇപ്പൊ സൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വിത്ത് ഹോൾഡ് ചെയ്യുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ വൈ ദേ ആർ വിത്ത് ഹോൾഡിംഗ് ദ ബിൽ, വാട്ട് ഈസ് ദ റീസൺ എന്ന് മെൻഷൻ ചെയ്ത് അവർ തിരിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അയക്കണം, ഗവൺമെന്റിന് അയക്കണം. അപ്പൊ ഗവൺമെന്റ് വീണ്ടും അത് അതേപോലെ തിരിച്ചയച്ചു കൊടുത്താൽ ഗവർണേഴ്സ് ആർ കോൺസ്റ്റിറ്റ്യൂഷണലി ബൗണ്ട് ടു സൈൻ ദാറ്റ് ബിൽ. They cannot forward that bill to the President of India for her concurrence. എന്നാണ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത്. അതായത് ഗവർണേഴ്സ് ഒന്നുകിൽ സൈൻ ചെയ്യുക, അയക്കുന്ന ബില്ല് നിയമമാക്കാൻ വേണ്ടി സൈൻ ചെയ്യുക. ഇനി സൈൻ ചെയ്യാൻ പറ്റൂല, അവർക്ക് വിത്ത് ഹോൾഡ് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ വിതിൻ 1 month അവരത് തിരിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അയക്കണം. അത് അവരുടെ റീകൺസിഡറേഷന് വേണ്ടിയിട്ട്. അങ്ങനെ റീകൺസിഡറേഷന്റെ സമയത്ത് ഇത് ആ നിയമം മാറ്റമൊന്നും കൂടാതെ ഈ ഗവർണർ തിരിച്ചയച്ചു കൊടുത്ത നിയമം അതേപോലെ തിരിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ഗവൺമെന്റ് തിരിച്ച് ഗവർണർ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഗവർണർ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവർണർ സൈൻ ചെയ്തേ പറ്റുള്ളൂ. അത് പിന്നെ പ്രസിഡന്റ് റെഫറൻസിന് അയക്കാൻ പറ്റൂല. 3ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗവർണർ പിന്നെ തോന്നിയാണ് പ്രസിഡന്റിന്റെയും കൂടെ തീരുമാനത്തിന് വിധേയമാക്കണമെന്നാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ഇതിനെ അയക്കുക. അപ്പൊ 3 ഓപ്ഷൻ. ഒന്നുകിൽ അപ്പോഴേ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യുന്ന ബില്ലാണെങ്കിൽ തിരിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അയക്കുക. അവരുടെ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് പ്രസിഡന്റിന് സെൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ പ്രസിഡന്റ് സെൻഡ് ചെയ്യുക. വൺസ് ഗവർണർ തിരിച്ചയച്ച ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ഗവൺമെന്റ് അത് അതുപോലെ തിരിച്ച് ഗവർണറിന് അയച്ചു കൊടുത്താൽ ഗവർണർ അപ്പൊ തന്നെ സൈൻ ചെയ്യണം. പിന്നെ അത് രാഷ്ട്രപതിക്ക് സെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ അതാണ് ഇന്നലെ പറഞ്ഞ കാര്യം. അപ്പൊ ആർട്ടിക്കിൾ 200 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളുടെ ഗവർണേഴ്സിന് ഇത്തരത്തിലുള്ള പവേഴ്സ് കൊടുക്കുന്ന സൈൻ ചെയ്യാനും ഒക്കെ ഉള്ള. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇന്നലെ സുപ്രീം കോടതി ടൈം ഫ്രെയിം വെച്ചു. ദർ വാസ് നോ ടൈം ഫ്രെയിം മെൻഷൻഡ് ഇൻ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ when the governor should sign this bill sent by the government. അത് അങ്ങനെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ആ അവ്യക്തതയ്ക്ക് ക്ലാരിറ്റി കൊടുക്കുകയാണ് ചെയ്തത് സുപ്രീം കോടതി. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഗവർണർ ഹാസ് എ മാക്സിമം ഓഫ് 1 month ടു വിത്ത് ഹോൾഡ് അസെന്റ് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്. അതായത് 1 മാസം മാത്രമേ ഗവർണറിന് അത് കൈവച്ചേക്കാൻ പറ്റും, വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. മാക്സിമം 1 month. അതിനകത്ത് തിരിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വിത്ത് റീസൺ അയക്കണമെന്നാണ്. A maximum of 3 months is given to return the bill with a message specifying reason if the governor withhold assent contrary to the cabinet's advice. ക്യാബിനറ്റിന്റെ അഡ്വൈസിന് കോൺട്രറി ആയിട്ട് തിരിച്ച് അയക്കാനാണ് തീരുമാനിക്കുക. അത് ഞാൻ പറഞ്ഞത് തെറ്റുണ്ട്. 1 മാസമല്ല 3 മാസത്തിനാണ് തിരിച്ചയച്ചാൽ മതി. 3 മാസത്തിനാണ്. The governor has 3 months to reserve a bill for the president's consideration against the advice of the cabinet. പ്രസിഡന്റിനെ അയക്കണമെങ്കിൽ 3 മാസത്തെ സമയമുണ്ട്. പ്രസിഡന്റിനെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവർണർ അത് കൈവച്ചിരുന്ന് പഠിച്ച് 3 monthsനൊക്കെ അയച്ചാൽ മതി. ഓക്കെ, അപ്പോ 3 കാര്യങ്ങളാണ് അപ്പൊ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ. ബില്ലില് അപ്പൊ തന്നെ അസന്റ് കൊടുക്കാനാണ് ഗവർണർ തീരുമാനിക്കുക, അത് 1 മാസത്തിനകം ചെയ്യണം. ഇനി അസന്റ് കൊടുക്കുന്നില്ല, അത് തിരിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അയക്കാനാണെന്നുണ്ടെങ്കിൽ 3 മാസത്തിനകം ചെയ്യണം. ഇനി അതുപോലെ പ്രസിഡന്റിന് ഫോർവേഡ് ആണെങ്കിൽ അത് 3 മാസത്തിനകം ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതില്ലായിരുന്നു. അത് ഇന്നലെ പ്രൊവൈഡ് ചെയ്തു ആ ഒരു ടൈം ലിമിറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു തിരിച്ചയച്ച ബില്ല്
ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു മാറ്റവും ഇല്ലാതെ വീണ്ടും അത് ഗവർണർ അയച്ചു കൊടുത്താൽ ഗവർണർ പിന്നെ പ്രസിഡന്റിന് അയക്കാൻ പാടില്ല, അപ്പോഴേ അത് അവർ സൈൻ ചെയ്യണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത്. അതായത് ഈ ഒരു ഇതിൻ്റെ അകത്തുണ്ട് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ദെൻ അത് സ്റ്റാലിൻ ആണല്ലോ, തമിഴ്നാട് ആണല്ലോ ഒരു കേസ് കൊടുത്തത്. ആ കേസിൽ തമിഴ്നാട് വിജയിച്ചതുകൊണ്ട് അത് ഹിസ്റ്റോറിക് വിക്ടറി ആണ്. എല്ലാ സ്റ്റേറ്റിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എന്ന് എന്നൊക്കെയാണ് സുപ്രീം കോടതി ഡിസിഷൻ എന്നൊക്കെ സ്റ്റാലിൻ പറഞ്ഞേക്കുന്നത്. സ്റ്റാലിൻ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആണല്ലോ. പിന്നെ കേരളം ഇപ്പൊ അതില് ഇതേ കേസ് കൊടുത്തേക്ക് സുപ്രീം കോടതിയിൽ. അപ്പൊ കേരളം പറഞ്ഞേക്കുന്നു ഈ TN വേണ്ടിയിട്ട് തമിഴ്നാടിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വേർഡിക്റ്റ് കേരളത്തിന് ആപ്ലിക്കബിൾ ആണെന്ന് സുപ്രീം കോടതിയിൽ ഇന്നലെ കേരളത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പഴയ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള KK വേണുഗോപാൽ ഇന്നലെ പറയുകയൊക്കെ ചെയ്തതിന്റെ കാര്യം അവിടെയുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ മേജർ ചേഞ്ചസ് അണ്ടർവേ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഞാൻ പറഞ്ഞു അമിത്ഷാ ഈസ് ഓൺ എ സ്റ്റേറ്റ് വിസിറ്റ്. ഹീസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ കറന്റ്ലി. ഹി മെറ്റ് വിത്ത് Lieutenant Governor of Jammu and Kashmir Manoj Sinha, and also he held discussions with the Jammu and Kashmir Chief Minister Omar Abdullah. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോ ഇതൊന്നും അറിഞ്ഞിരിക്കണം. ന്യൂ ആധാർ ആപ്പ് വിത്ത് ഫേഷ്യൽ ഓതന്റിക്കേഷൻ ടെസ്റ്റിംഗ് ഫേസ്. വൈഷ്ണവ്. ഹു ഇസ് വൈഷ്ണവ്? അശ്വനി വൈഷ്ണവ്. ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആണ് അശ്വനി വൈഷ്ണവ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആണ് അശ്വനി വൈഷ്ണവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അശ്വനി വൈഷ്ണവ് പറഞ്ഞേക്ക് അവര് പുതിയ ആധാർ ആപ്പ് ഗവൺമെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആധാർ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എനിക്കതിൽ വലിയൊരു സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിസിക്കലി നമ്മൾ പേപ്പർ കൊണ്ട് നടക്കണം. ആധാറിന്റെ പ്രിന്റ് ഔട്ട് വെക്കുക. ഒരു റെസ്റ്റോറന്റിൽ ചിലപ്പോൾ റെസ്റ്റോറന്റിൽ അതിന്റെ ആവശ്യം വരില്ല, ഹോട്ടലിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ താമസത്തിന് വെക്കുക. ഇനി തൊട്ട് അത് വേണ്ട. ഈ ഒരു ആപ്പ് പുറത്തിറങ്ങി കഴിഞ്ഞാല് ഈ ഹോട്ടലിലൊക്കെ നമുക്ക് നമ്മളുടെ ഫേസ് റെക്കഗ്നിഷൻ വഴി നമ്മളുടെ ഫേസും റെറ്റിനെയൊക്കെ ആധാറിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ പേപ്പർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഫേഷ്യൽ റെക്കഗ്നിഷൻ മാത്രം മതി റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും എയർപോർട്ടുകളിലും ഒക്കെ. അത് നല്ല കാര്യമാണ്. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അശ്വനി വൈഷ്ണവ് ഇന്ത്യയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക്സ് മിനിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. പിന്നെ ചൈന ഓപ്സ് ടു ഫൈറ്റ് ടു ദ എൻഡ് ആസ് താരിഫ് വാർ വിത്ത് US റേജസ്. ചൈനയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇന്നലെ US 100% കൂടുതൽ, ഏതാണ്ട് 104% താരിഫ് ഏർപ്പെടുത്തി. പക്ഷെ ചൈന പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിംഗ് യൂസ് ചെയ്ത് ചൈനയെ തോൽപ്പിക്കാൻ പറ്റൂല. വി ആർ ഗോയിങ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് US അഗ്രഷൻ. Eventually this will lead to a trade war in the world, and world is going to face a quite uncertain situation, and it will definitely affect the growth of the world. That's why the stock markets are panic and stock markets are crumbling. But yesterday Indian stock market and many of the leading stock markets in the world recouped. That is a good sign, but I don't know what will going to happen the rest of the days in this week. Stock market like എന്തായാലും ട്രംപ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ മണ്ടത്തരമായിട്ട് അമേരിക്കക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് ആ ഒരു ന്യൂസോടെ കാണാം. പിന്നെ RGI flags delay by hospitals in reporting births death. What is RGI? Registrar General of India. അവരാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഫിഗേഴ്സിന്റെ ഒക്കെ കണക്കുകൾ സൂക്ഷിക്കുന്ന രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ്. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ വിച്ച് ഇസ് അണ്ടർ ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ അത് വർക്ക് ചെയ്യുന്ന. അപ്പൊ അവര് ഓൾറെഡി ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പോർട്ടലാണ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. CRS എന്ന് പറയും, സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. അത് പഠിച്ചു വെച്ചാണ്. ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഹോം മിനിസ്റ്ററുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് CRS, സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം പോർട്ടൽ. ഈ പോർട്ടലില് ഇന്ത്യയില് ഹോസ്പിറ്റൽസിൽ ബർത്തോ ഡെത്തോ ഒക്കെ നടന്ന റിയൽ ടൈമിൽ അത് എൻ്റർ ചെയ്യണമെന്നാണ്. 90% ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ജനനങ്ങളും മരണങ്ങളും ഈ CRS പോർട്ടലിൽ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു 10% അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല കറക്റ്റ് ആയിട്ട്. അതിന്റെ കാരണം ഹോസ്പിറ്റൽസ് പ്രൊആക്റ്റീവ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ടാണെന്നാണ്. അത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് കാണാൻ പോയാ അതിനെ കുറിച്ചൊരു ന്യൂസാണ്. ഒന്നാമത് ഇന്ത്യയിൽ സെൻസസ് 2021 ശേഷം നടന്നിട്ടില്ല. അപ്പൊ സെൻസസ് ഒക്കെ നടക്കാത്ത സാഹചര്യത്തിൽ ഇത് കറക്റ്റ് ആയിട്ട് നടന്നാൽ തന്നെ ഒരുവിധം നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ ഗവൺമെന്റിന് പറ്റും. അപ്പൊ CRS പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഞാൻ പറഞ്ഞ സ്ലൈറ്റ് റിലീഫ് ഫോർ മാർക്കറ്റ്സ് എ ഡേ ആഫ്റ്റർ മെൽറ്റ് ഡൗൺ.
സ്റ്റോക്ക് മാർക്കറ്റ് നല്ല റീകൂപ്പ് ചെയ്ത് കുറച്ചത് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് മെയിൻ ആയിട്ട് ഇന്ത്യയിലെ ഏഷ്യയിലെ 3-4 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പറയുന്നുണ്ട്. BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് is the oldest stock exchange in India. NSE, National Stock Exchange, India's largest stock exchange. NSE, National Stock Exchange is the largest stock exchange of India. ഇത് രണ്ടും മുംബൈയിലാണ്. ഇനി അതിൻ്റെ അകത്ത് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹോങ്കോങ് ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിന്റെ ഇൻഡെക്സിന് ഹാങ്സങ് എന്നാ പറയുന്നത്. ഹാങ്സങ് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ്. പിന്നെ ചൈനയിലെ ഷാങ്ഹായ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഷാങ്ഹായ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ചൈന. ഹോങ്കോങ് ചൈനയുടെ പാർട്ട് എന്ന് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ ചൈനയുടെ പാർട്ട് എന്ന് പറയാം, ബട്ട് ദർ ഇസ് എ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ് നോട്ട് റൂളിംഗ് ഹോങ്കോങ്. Okay, Hong Kong is acting as a separate administration, but it is effectively under the control of China. Okay, അപ്പോൾ ഹോങ്കോങ്ങിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതിന്റെ ഇൻഡെക്സ് ഹാങ്സങ്. ഷാങ്ഹായിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ, ചൈനയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതിന്റെ ഇൻഡെക്സ് നിക്കിയാണ്, നിക്കി. അപ്പൊ ഇതെല്ലാം എന്തായാലും റീകൂപ്പ് ചെയ്യുന്നു. ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ഏതാണ്? നിക്കി. അപ്പൊ അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് സ്റ്റേറ്റ്സ് പേജ് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ രേഖ ഗുപ്തയുടെ പേര് കാണാം. രേഖ ഗുപ്ത ഇസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി. ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ഇസ് രേഖ ഗുപ്ത. ദെൻ പിന്നെ വഖഫ് അമെൻമെന്റ് ആക്ട് 2025 അഗൈൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ വേരിയസ് പാർട്സിൽ മുസ്ലിം ഓർഗനൈസേഷൻസ് പ്രൊട്ടസ്റ്റ് നടന്നതിന്റെ ന്യൂസുകളാണ്. വഖഫ് അമെൻമെന്റ് ആക്ട് 2025. That act you should remember, you should learn the name of that act, because coming days we are going to witness a lot of discussions regarding this Waqf Amendment Act, because the Supreme Court of India is going to hear various pleas by different organizations against the constitutional validity of this act, Waqf Amendment Act 2025. So in coming days you can see a lot of articles related to the Waqf Amendment Act in the Hindu newspaper. അതുകൊണ്ട് ആ പേരൊക്കെ പഠിച്ചു വെച്ചേക്കണം. പിന്നെ അത് അത്രയേ ഉള്ളൂ അവിടെ. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബ്രഹ്മകുമാരീസ്, ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ ആണ്. ലേഡീസ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ ബ്രഹ്മകുമാരീസില്. ബ്രഹ്മകുമാരീസിന്റെ ആഗോള ചീഫ് ദാദി രത്തൻ മോഹിനി മരിച്ചുപോയി. ദാദി രത്തൻ മോഹിനി, അത് പേരൊന്ന് പഠിച്ചു വെച്ചാൽ ചിലപ്പം അവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആയിരുന്നു. ബ്രഹ്മകുമാരീസ് വിമൻ മാത്രമുള്ള ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ ആണ് ബ്രഹ്മകുമാരീസ്. ദാദി രത്തൻ മോഹിനി. പിന്നെ ബീഹാറിൽ ഇലക്ഷൻ ആണല്ലോ, ഈ വർഷമാണ് ബീഹാറിൽ ഇലക്ഷൻ. ഇനി കുറച്ച് നാളുകളെ ഉള്ള ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ. അപ്പൊ ബീഹാർ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാം. പിന്നെ ഇവിടെ പറയാം, ബാനു മുഷ്താഖ്സ് ഹാർട്ട് ലാം മേക്സ് ഇറ്റ് ടു ബുക്കർ ഷോർട്ട് ലിസ്റ്റ്. ബുക്കർ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്നൊരു അവാർഡ് ഉണ്ട്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാർക്ക് കൊടുക്കുന്ന അവാർഡാണ്, ലിറ്ററേച്ചർ അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഈ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു സെലക്ഷന് മുമ്പായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ബുക്കുകൾ. അപ്പൊ ബാനു മുഷ്താഖ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കർണാടകത്തിലെ എഴുത്തുകാരി ബാനു മുഷ്താഖ്, അവരുടെ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന ബുക്കിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേ ഉള്ളൂ. അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. 4-5 ബുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്ന് ഫൈനലി ഒരെണ്ണത്തിന് കിട്ടും. ഇന്ത്യയിൽ നിന്ന് കുറെ പേർക്ക് ബുക്കർ പ്രൈസ് ആയിട്ടുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് അരുന്ധതി റോയ്ക്ക് കിട്ടിയതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബാനു മുഷ്താഖ് എന്ന് പറയുന്ന ലേഡിയുടെ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കന്നഡ സ്റ്റോറീസിന്റെ കളക്ഷന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ചിലപ്പോൾ ഒരു എക്സാമിലൊക്കെ ഇങ്ങനെ ചോദിക്കാം, അവാർഡ് കിട്ടിയില്ലെങ്കിൽ പോലും ഷോർട്ട് ലിസ്റ്റഡ് ആയതുകൊണ്ട്. അത്രയാണ് ആ പേജിലുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽസ്. ഫസ്റ്റ് എഡിറ്റോറിയൽ, എ റീജിയണൽ റിവൈവൽ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് ആക്ച്വലി ബിംസ്റ്റെക് സമ്മിറ്റിനെ കുറിച്ചാണ്. ബിംസ്റ്റെക് സമ്മിറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ ബാങ്കോക്ക്, തായ്ലൻഡ്. In the last week, Indian Prime Minister attended that meeting. I told you elaborately about the events happened in that summit. And BIMSTEC is Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation. There are 7 member countries in that grouping, and its headquarters is in Dhaka, Bangladesh. And the 7 members are India, Bangladesh, Bhutan, Nepal, Sri Lanka, Thailand, and Myanmar. So this organization got prominence after the
defunct nature of SARC, the 8-nation grouping. SARC, what is SARC? South Asian Association for Regional Cooperation. SARC is South Asian Association for Regional Cooperation. SARC is defunct after 2016 because in SARC, Pakistan is also a member. You all know the rivalry between India and Pakistan, and recently some terrorist attacks happened during the last 7 to 8 years in India, and Modi government was ruling India during that period, and after that India decided to skip SARC summit which was going to be held in Pakistan in 2016. And after that, actually the SARC is almost defunct. SARC is not functioning because of the problems between India and Pakistan. So India decided to revive BIMSTEC. BIMSTEC was there previously also, but SARC-നായിരുന്നു prominence. പക്ഷേ ഇന്ത്യ ഈ പ്രോബ്ലംസ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുണ്ടായപ്പോൾ സാർക്ക് നേരെ പോകില്ലെന്ന് മനസ്സിലായപ്പോഴാണ് യഥാർത്ഥത്തിൽ ബിംസ്റ്റെക് റിവൈവ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ആ ബിംസ്റ്റെക്കിന്റെ സമ്മിറ്റ് ആണ് ഇപ്പൊ നടന്നത്. അതില് സൗത്ത് ഏഷ്യയും പിന്നീട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് ബിംസ്റ്റെക് എന്ന് പറയാം. ഈ ഇതിൽ 5 നേഷൻസ് സൗത്ത് ഏഷ്യൻ നേഷൻസ് ആണ്, അതായത് സാർക്കിലുള്ള നേഷൻസ് ആണ്. ഇത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ആണ്. അപ്പൊ അതിൽ 5 നേഷൻസ് ആർ ഫ്രം സാർക്ക് and 2 nations are from ASEAN. What is ASEAN? Association of Southeast Asian Nations. Southeast Asian രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ എന്ന് പറയുന്നത്. അതായത് സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മംഗോളിയ, വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ, മ്യാൻമർ, തായ്ലൻഡ് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അതിലെ 2 രാജ്യങ്ങൾ, ആസിയാനിലെ 2 നേഷൻസ്, സാർക്കിലെ 5 നേഷൻസ്. സോ ഇറ്റ് ഈസ് എ എന്താ പറയുക കോമ്പിനേഷൻ ഓഫ് സാർക്ക് ആൻഡ് ആസിയാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും സാർക്കിൽ ഇപ്പൊ ഒന്നും നടക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കാനൊക്കെ നോക്കിയാണ്. BBIN എന്നാ പറയുന്നത്. BBIN, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ. അതിൽ നിന്ന് പിന്നെ ഭൂട്ടാൻ അങ്ങ് വിത്ഡ്രോ ചെയ്യും. അതും കൂടെ കഴിയുമ്പോഴാണ് ഇന്ത്യ കൂടുതൽ ബിംസ്റ്റെക്കിന്റെ യൂട്ടിലിറ്റി മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സാർക്കിന് ശേഷം BBIN എന്നൊരു ഗ്രൂപ്പ് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് ഉണ്ടാക്കാൻ നോക്കി. BBIN, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ. ആക്ച്വലി ഇതൊരു ട്രാൻസ്പോർട്ട് അഗ്രിമെന്റ് ആയിരുന്നു. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ ട്രക്സ് ഒക്കെ വിത്തൗട്ട് എനി പ്രോബ്ലം മൂവ് ചെയ്യാനുള്ള ഇതായിരുന്നു. പക്ഷേ ഭൂട്ടാൻ അതിൽ നിന്ന് പിന്മാറി. അപ്പോഴാണ് പിന്നെ ഇന്ത്യ ബിംസ്റ്റെക്കിലേക്ക് കൂടുതൽ ഇതായിട്ട് പോകുന്നത്. ഇപ്പൊ എന്തായാലും ബിംസ്റ്റെക്കിൽ ഇപ്രാവശ്യത്തെ മീറ്റിംഗ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. അതിൽ ഇന്ത്യയും മ്യാൻമറും തായ്ലൻഡും ചേർന്ന് റോഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബിംസ്റ്റെക് ഹബ് എന്നുള്ള പേരിൽ അത് ഉടനെ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഇന്ത്യയിലെ കൊൽക്കട്ടയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മ്യാൻമർ വഴി തായ്ലൻഡിലേക്ക് പോകാൻ പറ്റും റോഡ് മാർഗം. അപ്പൊ അത് അതിപ്പോ നടന്നുകൊണ്ടിരിക്കുക. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ ബിംസ്റ്റെക്കിലെ പല രാജ്യങ്ങളും പ്രോൺ ടു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. നമുക്കറിയാം ഇപ്പൊ മ്യാൻമറിലും തായ്ലൻഡിലും ഒക്കെ എർത്ത് ഒക്കെ ഉണ്ടായത്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു മെക്കാനിസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഈ ബിംസ്റ്റെക് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം വിഷൻ 2030 എന്ന് പറഞ്ഞ ഡോക്യുമെന്റിലാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്ന ഈ ഡിസിഷൻസ് എല്ലാം. അതുപോലെ ഈ ബിംസ്റ്റെക് സമ്മിറ്റ് നടക്കുന്ന സമയത്താണ് എർത്ത് ഒക്കെ ഉണ്ടായത് അവിടെ. എന്നിട്ട് പോലും അത് നടത്തി എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻസ് ഈ ഓർഗനൈസേഷന് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ വേൾഡ് ലീഡേഴ്സ്. ഇതുപോലുള്ള കളക്റ്റീവ് ഡിസിഷൻസ് അപ്പാർട്ട്, സം bilateral meetings were also happened in the sidelines of this BIMSTEC summit. One among them was the meeting between Indian Prime Minister and Bangladesh interim chief, Bangladesh interim ruler Muhammad Yunus, and also Indian Prime Minister met with Nepalese counterpart KP Sharma Oli. We are having a frosty relationship between these 2 countries because of the problems existing between Indian political leadership and നേപ്പാളി കൗണ്ടർ പാർട്ട്, അതുപോലെ ബംഗ്ലാദേശ് കൗണ്ടർ പാർട്ട് എക്സെട്ര. അപ്പൊ അവരുമായിട്ടൊക്കെയുള്ള പ്രോബ്ലംസ് മൂലം നമുക്ക് നമ്മളുടെ ഒരു ഫ്രോസ്റ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ മീറ്റിംഗ്സ് നടത്തിയതിനു ശേഷം ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ലൈറ്റ്ലി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ബംഗ്ലാദേശിലെ ഗവൺമെന്റ് അവിടുത്തെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഹൈ കമ്മീഷണറിനെ ഇന്നലെ തന്നെ ഇന്ത്യയിലേക്ക് വിട്ടു. ഇപ്പൊ കുറച്ചുകൊണ്ട് ഹൈ കമ്മീഷണർ ഇല്ലായിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലോട്ട്. അതുപോലെ നേപ്പാളി പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് ഇന്ത്യ കൊടുത്തില്ലായിരുന്നു. ആ പെർമിഷൻ ഉടനെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും റിലേഷൻഷിപ്പ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഇതിന്റെ ഇടയിലുള്ള ഇതിന്റെ സൈഡ് ലൈൻസിൽ നടത്തിയ ബയലാറ്ററൽ ടോക്സ് വഴി നടന്നു. അപ്പൊ എന്തായാലും ഒരുപാട് ഡിസിഷൻസ് ഇതിൽ എടുത്തിട്ടുണ്ട്. മുമ്പ് സാർക്കിന്റെ അണ്ടറിൽ ഇതുപോലെ ഒരുപാട് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ബിംസ്റ്റെക്കിന് ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഹിന്ദു പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ബിംസ്റ്റെക് ഈസ് നോട്ട് ഗോയിങ് ടു ഫേസ് ദാറ്റ് കൈൻഡ് ഓഫ് ഫേറ്റ് ബിക്കോസ് ഇൻ ബിംസ്റ്റെക് ഓൾമോസ്റ്റ് ഓൾ ദ നേഷൻസ് ആർ
having a cordial relationship. Even if there are some irritants between India and Bangladesh, India and Nepal, etc., that was not so serious in nature as compared to India-Pakistan relationship. സാർക്കിൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിച്ചുള്ളതുകൊണ്ട് അതിലൊന്നും നടക്കാതെ. അപ്പൊ എന്തായാലും ബിംസ്റ്റെക്കിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതൊരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. You all can understand after reading that editorial, but you should read that editorial, because I told you many times the reading of editorials is very much essential for improvement of your English, for improvement of your comprehension skills, analytical skills, etc. And also you can learn a lot of current issues from the reading of editorial. So രണ്ടാമത്തെ എഡിറ്റോറിയൽ വായിക്കണം. അത് MA ബേബി CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ്. CPM എന്നുള്ള പാർട്ടി കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടി, കേരളത്തിലെ റൂളിംഗ് പാർട്ടി ആണെങ്കിലും നെക്സ്റ്റ് ടൈമും ചിലപ്പോൾ അവർ വേണമെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അത്രയും സ്ട്രോങ് ആണ് കേരളത്തിൽ. പക്ഷെ ഇന്ത്യയിൽ അവർ പൊളിറ്റിക്കലി ഇറലവന്റ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ബംഗാളിലും ത്രിപുരയിലൊക്കെ ഭരണം നഷ്ടപ്പെട്ടുവെങ്കിലും ആ പാർട്ടി അവിടെ റിവൈവ് ചെയ്യുന്നതിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. റിവൈവൽ അടുത്ത കാലത്ത് നടക്കാൻ പോകുന്നില്ല. അത്രത്തോളം വീക്കാണ് രണ്ട് സ്റ്റേറ്റുകളിലെ ഓർഗനൈസേഷൻസ്. ബാക്കി സ്റ്റേറ്റുകളുടെ കാര്യം പറയേണ്ട, അവർക്ക് നെഗ്ലിജിബിൾ പ്രസൻസ് പോലും ഇല്ല. യഥാർത്ഥത്തിൽ ഒരു അലയൻസിൽ വേറൊരു സ്റ്റേറ്റ് പോയി മത്സരിച്ച ആ അലയൻസ് പാർട്ട്ണറിന് പോലും യൂട്ടിലിറ്റി ഉള്ള ഒരു പാർട്ടിയല്ല CPM എന്ന് പറഞ്ഞ മറ്റ് സ്റ്റേറ്റുകളിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ പ്രാധാന്യം എങ്ങനെ ഉണ്ടാക്കാം, BJPക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു പോളായിട്ട് എങ്ങനെ CPM-ന് മാറാന്ന് എഴുതി കൊടുത്തത്. പക്ഷെ അത് നിയർലി ഇമ്പോസിബിൾ ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുപോലെ MA ബേബി എന്ന് പറഞ്ഞൊരു ലീഡർ, കേരള ബേസ്ഡ് ആയിട്ട് മാത്രം അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ലീഡർ, പലതവണ MB ഒക്കെ ആയിട്ടുണ്ട് നാഷണൽ ലെവലിൽ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാസ് ബേസും ഇല്ല. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു പാർട്ടി ഫിലോസഫർ എന്നൊക്കെ വേണമെങ്കിലേ പറയാൻ പറ്റും. അല്ലാതെ പുള്ളി അങ്ങനെ ഒരു മാസ് ലീഡർ ഒന്നും അല്ല പിണറായി വിജയനെ പോലെ. അങ്ങനെ ഒരാളിന് പാർട്ടിക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും എഡിറ്റോറിയൽ വായിച്ചു നോക്കാം. ഓക്കെ, പിന്നെ ദ ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹോം മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ. പൊതുവെ ഹിന്ദുവില് BJP ഗവൺമെന്റിന് അവരുടെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്രീസിയേഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് വരാറില്ല. അത് ഹിന്ദു പത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ വായിച്ചാൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആർട്ടിക്കിൾസ് കാണാം. പക്ഷെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും അങ്ങനെ വരാറില്ല. പക്ഷെ റയറായിട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ്. ഇത് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ഹോം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയം തൊട്ടേ പ്രവർത്തിക്കുന്നതാണ്. ഹോം മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും റിയാക്ഷണറി ആണ്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിന് റെസ്പോണ്ട് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യയിൽ നടന്ന മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ അതിന് റിയാക്ഷണറി മെഷറായിട്ട് അതിനുശേഷം NIA ഫോം ചെയ്തു, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അങ്ങനെ ഇതിൽ കുറെ ഇൻസിഡൻസ് പറയുന്നുണ്ട്. അവർ പറയേണ്ട, നമുക്കറിയാം ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഇന്ത്യ security apparatus was relatively weak. I mean internal security apparatus. External security is almost intact, but internal security apparatus was weak, because internal security is being monitored and controlled by the Home Ministry of India. Home Ministry always did reactionary jobs only, not proactive ആയിട്ട് ഉള്ള മെഷേഴ്സ് അവർ എടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അമിത്ഷാ പോലുള്ള ഒരു ഹോം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ സെക്യൂരിറ്റി, ഇന്റേണൽ സെക്യൂരിറ്റി വാസ് എൻഹാൻസ്ഡ് വെരി മച്ച്. അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുള്ള ആർട്ടിക്കിളാണ്. അത് റയറായിട്ട് ഹിന്ദുവിൽ വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ സത്യമാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ നോക്കിയാലും, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഈസ് ദർ ഈസ് ആൻ എക്സെപ്ഷൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, ദാറ്റ് ഈസ് മണിപ്പൂർ. മണിപ്പൂർ ഈസ് എ ഡിഫറെന്റ് ഇഷ്യൂ. മണിപ്പൂർ ഒഴിവാക്കിയാൽ എൻ്റയർ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എക്സെപ്റ്റ് മണിപ്പൂർ, ജമ്മു ആൻഡ് കാശ്മീർ, ദെൻ റെഡ് കോറിഡോർ. ഇത് മൂന്നാണ് ഇന്ത്യയുടെ പ്രോബ്ലമാറ്റിക് മേഖലകൾ എന്ന് പറയുന്നത്. ഒന്ന് നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. രണ്ട് റെഡ് കോറിഡോർ. റെഡ് കോറിഡോർ എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ, ആന്ധ്രാപ്രദേശിൽ നിന്ന് തുടങ്ങി തെലങ്കാന, മഹാരാഷ്ട്ര, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ഏതാണ്ട് ഇത്രയും സ്റ്റേറ്റുകൾ, ബീഹാർ ഒരു പരിധി വരെ, ഇത്രയും സ്റ്റേറ്റുകൾ റെഡ് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പം that Maoism problem, that is a big security threat for India. And the last one is J&K, Jammu and Kashmir. നിങ്ങൾ ഇവിടെ എവിടെ എടുത്തു നോക്ക്, റെഡ് കോറിഡോർ അത് ഓൾമോസ്റ്റ് ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. റെഡ് കോറിഡോറിൽ ആകെപ്പാടെ ഛത്തീസ്ഗഡിന്റെ ചില മേഖലകളിലും
മഹാരാഷ്ട്രയുടെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇന്ന് മാവോയിസ്റ്റുകൾക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ളത്. ആ മേഖലയിലും ദേ ആർ facing reverses. We are reading every day in newspapers that Indian security agencies are killing Naxalites, and many Naxalites are ready to surrender before the security forces, and they are doing that also. ഇപ്പോൾ മാവോയിസ്റ്റ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഏരിയകളിൽ ഛത്തീസ്ഗഡിലൊക്കെ 1-2 ഡിസ്ട്രിക്റ്റിലായിട്ട് ഒതുങ്ങുന്നു. ബൈ 2026 ഡിസംബർ ഇന്ത്യ വിൽ എലിമിനേറ്റ് the problem of Maoism, Naxalitism completely, as per the Home Ministry of India, as per the statement of Home Ministry of India. അപ്പോൾ അത് ഒരു ഇത് ഒതുങ്ങുന്നു. JNK, you all know JNK is relatively peaceful now. After the starting of terrorism in Jammu and Kashmir in the beginning of 1990s, Jammu and Kashmir went through a very turbulent phase. Thousands of innocent civilians, thousands of our forces, everyone laid the അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു, അവർ കില്ല് ചെയ്യപ്പെട്ടു. പക്ഷെ we witnessed some wars also in between Kargil war ഒക്കെ. But by 2019, Government of India decided to withdraw some special provisions given to Jammu and Kashmir, like Article 370, and Jammu and Kashmir was reduced to a union territory. പക്ഷേ ഇപ്പം അതിന് ജമ്മു ആൻഡ് കാശ്മീരിലേക്കുള്ള ഗവൺമെന്റിന്റെ ആ ഒരു പോളിസി എല്ലാവരും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തെങ്കിലും അത് ലാർജ്ലി സക്സസ്ഫുൾ ആയിരുന്നു. ദാറ്റ്സ് വൈ ജമ്മു ആൻഡ് കാശ്മീർ ഈസ് ഫേസിങ് റിലേറ്റീവ്ലി വെരി 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 ലെസ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നൗ. പിന്നെ നോർത്ത് ഈസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ ടെററിസം റിലേറ്റഡ് ഇൻസിഡന്റ് 70% റെഡ്യൂസ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു മണിപ്പൂർ കൂട്ടേണ്ട, മണിപ്പൂർ ഒഴിച്ച് ബാക്കി. അപ്പൊ ഇതെല്ലാം ഇതിൽ പറഞ്ഞേക്കുന്നത് അത് ഗവൺമെന്റ് എടുത്ത വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് അതിന് കാരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ടെക്നോളജി അതിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി ഫോഴ്സസ് അതനുസരിച്ച് വിജിലന്റ് ആക്കി നടത്തുന്നത് അതിന് പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്, അവരുമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ട് അവരെ ഒരു രീതിയിലുള്ള ലീനിയൻസിയും അവരോട് കാണിക്കൂല എന്നും ഗവൺമെന്റ് ആക്ഷൻസിൽ കൂടി അങ്ങനെ തന്നെ പ്രവർത്തിച്ചപ്പോൾ അവർ പേടിച്ചിട്ട് കുറെ ആൾക്കാർ ഈ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ തന്നെ ഹൂറിയത്ത് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ അവരെല്ലാം ഇപ്പൊ പതുക്കെ അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മള് CCTNS എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ്. ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷൻസിനെയും കോർട്സിനെയും ജയിലുകളെയും ഫോറൻസിക് ലബോറട്ടറീസിനെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ടൊരു സിസ്റ്റമാണ്. അതൊക്കെ ഇഫക്റ്റീവ്ലി ഗവൺമെന്റിന് ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് മാറ്റേഴ്സ് സ്റ്റേറ്റുകളായിട്ടും യൂണിയൻ ടെറിട്ടറീസുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇന്ത്യനൈസ് ചെയ്തു നമ്മളുടെ ലോസിനെ എല്ലാം. ഇന്ത്യൻ പീനൽ കോഡിനെ മാറ്റി ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നു. CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ മാറ്റി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത കൊണ്ടുവന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ മാറ്റി ഭാരതീയ സാക്ഷി അധിനിയം കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യസ് ഇന്റേണൽ സെക്യൂരിറ്റീസ് നൗ ഫുൾ പ്രൂഫ് എന്ന് പറയാനൊന്നും പറ്റൂല. സ്റ്റിൽ സം ഇൻസിഡൻസ് ക്യാൻ ഹാപ്പൻ ഇൻസൈഡ് ഇന്ത്യ, ബട്ട് ദ പ്രോബ്ലംസ് ആർ വെരി മച്ച് റെഡ്യൂസ്ഡ്. The incidents are very much reduced. Terrorism related, insurgency related incidents are reduced by almost 70%. നമ്മൾ മുമ്പൊക്കെ എപ്പോഴും എക്സ്പ്ലോഷനും മരണങ്ങളും കേട്ടോണ്ടിരുന്ന അതൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ട്രംപ് ഇഫക്ട് ആൻഡ് എ പോസിബിൾ എക്സോഡസ് ഓഫ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കി, വേറെ ഒന്നുമില്ല. അത് മനസ്സിലാക്കാൻ എത്രയേ ഉള്ളൂ. നമുക്കറിയാം ട്രംപ് അദ്ദേഹം ഈ താരിഫ് മെഷേഴ്സ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഹീസ് അറ്റാക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ, എസ്പെഷ്യലി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സം യൂണിവേഴ്സിറ്റീസ് വിച്ച് വെയർ വെരി ഫേമസ് ഫോർ ഫ്രീ തോട്ട്, ഫ്രീ സ്പീച്ച്, ഫ്രീ എക്സ്പ്രഷൻ എക്സെട്ര വേൾഡ് വൈഡ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനൊക്കെ വളരെ ഫേമസ് ആയിരുന്നു, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദേ ആർ ഫേസിംഗ് ദ അഗ്രസീവ് ആം ട്വിസ്റ്റിംഗ് ഓഫ് ഡൊണാൾഡ് ട്രംപ്. അപ്പൊ കൊളംബിയ യൂണിവേഴ്സിറ്റി ഒക്കെ എക്സാമ്പിൾ ആണ്. അവിടെ നിന്നൊക്കെ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ഈ പാലസ്റ്റീൻ പ്രോബ്ലത്തിന്റെ പേരിൽ പ്രൊട്ടസ്റ്റ് ചെയ്തവരൊക്കെ അവർ ഡിപ്പോർട്ട് ചെയ്തു, US വിസയൊക്കെ റിവോക്ക് ചെയ്തിട്ട്. ആൻഡ് ട്രംപ് ഈസ് കട്ടിംഗ് ദ ഫണ്ടിങ് ഓഫ് ദീസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇതൊക്കെ അവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന പല സയന്റിസ്റ്റുകളെയും റിസർച്ച് ഫെലോസിനെയൊക്കെ വേറെ രാജ്യങ്ങളിലേക്ക് അസൈലം സീക്ക് ചെയ്യാൻ
ഈ അസൈലം നമ്മൾ ഈ പലരും രാജ്യത്തിനകത്ത് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അസൈലം സീക്കുന്നത്. ഇപ്പോൾ സയന്റിഫിക് അസൈലം സീക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികൾ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും യൂണിവേഴ്സിറ്റികളൊക്കെ അത്തരത്തിൽ US നിന്ന് വരുന്ന റിസർച്ചേഴ്സിനെയും സയന്റിസ്റ്റുകളെയും സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതിൽ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മനിയൊക്കെ അവരെ ഓപ്പണായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തു, US നിന്ന് ഡിസ്ഗ്രണ്ടിൽഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ. അതൊക്കെ നീ പറയുന്നുണ്ട്. അതുപോലെ ചൈനയിലെയും സൗത്ത് കൊറിയയിലെയും ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും ഒക്കെയും ഈ പറഞ്ഞ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ത്യ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യൻ ഒറിജിനായിട്ടുള്ളയും ഇന്ത്യക്കാരായിട്ടുള്ളയും സയന്റിസ്റ്റുകളൊക്കെ ഒരുപക്ഷെ US പ്രവർത്തനം അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇന്ത്യക്കും അപ്പോൾ കുറെ പേര് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം US ആ ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷൻ അണ്ടർമൈൻ ചെയ്യും, US റിസർച്ച് സ്ട്രെങ്തിന് അണ്ടർമൈൻ ചെയ്യും. അതൊക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. വായിച്ചാൽ നിങ്ങൾ മനസ്സിലാവുന്ന ആർട്ടിക്കിളാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വൈ ഈസ് ആക്റ്റീവ് മൊബിലിറ്റി നെസസറി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ കാണാം. ആക്റ്റീവ് മൊബിലിറ്റിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ. അത് വേറെ ഒന്നുമല്ല, അതൊക്കെ സിമ്പിൾ ആർട്ടിക്കിൾസ് ആണ്, വലുതായിട്ട് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. ആക്റ്റീവ് മൊബിലിറ്റി മീൻസ് സൈക്ലിംഗ്, വാക്കിംഗ്, സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി സ്കേറ്റ് ചെയ്യാം. ഇതൊക്കെ ഇന്ത്യക്കകത്ത് ഇപ്പൊ പതുക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഇൻ മെട്രോ സിറ്റീസ്, ബാംഗ്ലൂരിലൊക്കെ, അതുപോലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലെ റോഡുകളിലൊക്കെ, അതുപോലെ ചെന്നൈയിലൊക്കെ അത് വന്നുകൊണ്ടിരിക്കുക. ഈ സെപ്പറേറ്റ് പെഡസ്ട്രിയൽ ലൈൻ വരുന്നു, സൈക്കിൾ ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് ലൈൻ വരുന്നു. അതൊക്കെ ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഒന്ന് ഹെൽത്ത് ബെനിഫിറ്റ്, NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പോലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ April 7 അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് വേൾഡ് ഹെൽത്ത് ഡേയിൽ. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയും, കാര്യം വാഹനങ്ങളുടെ എണ്ണം കുറയും റോഡിൽ. ഇക്കണോമിക്ക് നല്ലതാണ്. നമ്മൾ റോഡുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സുമായിട്ടൊക്കെ നമുക്ക് കൂടുതൽ കോണ്ടാക്ട് വരും. അപ്പൊ ചിലപ്പോൾ കച്ചവടം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അത് ലോകത്തിലെ പല രാജ്യങ്ങളിലും, ഇപ്പം നെതർലാൻഡ്സ് ആണ് ഗ്ലോബൽ ലീഡർ ഇൻ ആക്റ്റീവ് മൊബിലിറ്റി. ആക്റ്റീവ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശരീരം അനങ്ങി നമ്മൾ ചെയ്യുന്ന യാത്ര, നടത്തയും സൈക്ലിങ്ങും ഒക്കെ. അല്ലാത്തപ്പോൾ നമ്മൾ എൻജിൻസ് പവേർഡ് ആയിട്ടുള്ള സംഭവങ്ങളിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് എന്തെങ്കിലും ശാരീരിക അധ്വാനം ഉണ്ടോ? അത് ആക്റ്റീവ് മൊബിലിറ്റി അല്ല. അപ്പൊ ഇത് പിന്നെ ഇപ്പൊ നെതർലാൻഡ്സിലാണെങ്കിൽ 35,000 കിലോമീറ്ററോളം സൈക്ലിംഗ് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ട്രാക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 35,000 കിലോമീറ്ററോളം. അവരാണ് വേൾഡിലെ ലീഡർ ഇൻ ആക്റ്റീവ് മൊബിലിറ്റി. ഇന്ത്യയും അതുപോലെ മാറേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇനി താഴോട്ട് വരുമ്പോൾ വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, വാട്ട് ഈസ് ദ കറന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ സൗത്ത് കൊറിയ. ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം നിർബന്ധമല്ല. സൗത്ത് കൊറിയ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എക്കണോമീസ് ഇൻ ദ ഏഷ്യ. ആൻഡ് സൗത്ത് കൊറിയാസ് പ്രസിഡന്റ് ആയിരുന്ന ആള്, പുള്ളി ഇപ്പൊ പ്രസിഡന്റ് അല്ല, പുള്ളിയെ കംപ്ലീറ്റ്ലി അവിടെ ഇംപീച്ച്മെന്റ് ചെയ്ത് പുറത്താക്കി. അത് മാർഷ്യൽ ലോസ്, പട്ടാള നിയമം ആ രാജ്യത്ത് പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. മാർഷ്യൽ ലോസ് അല്ലെങ്കിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് പുള്ളി അവിടുത്തെ ഡെമോക്രസി അട്ടിമറിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പുള്ളിയെ പാർലമെന്റ് ഇംപീച്ച് ചെയ്ത് പുറത്താക്കി. അപ്പൊ ആ ഇംപീച്ച്മെന്റിന് അഗേൻസ്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് ഓൾസോ gave approval to the parliament's decision of impeachment of this president. അപ്പോ യൂൺ സുക് ഇയോൾ എന്നാണ് പുള്ളിയുടെ പേര്, യൂൺ സുക് ഇയോൾ. പുള്ളി ഇപ്പൊ അല്ല അവിടുത്തെ പ്രസിഡന്റ്, അതുകൊണ്ട് ആ പേരിന് പഠിച്ചിട്ടും കുഴപ്പമില്ല, യൂൺ സുക് ഇയോൾ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് കൂടെ അപ്രൂവൽ കൊടുത്തപ്പോ ഇനി വിത്തിൻ 60 ഡേയ്സിനകം സൗത്ത് കൊറിയയിൽ ഇലക്ഷൻ നടത്തണം. അപ്പൊ June 3 അവർ ഇലക്ഷൻ നടത്താൻ പോയ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ. June 3 തോന്നുന്നു. അപ്പൊ അത്ര ആ ഇവന്റ്സ് ആണ് ഇവിടെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ന്യൂസ് പേജിലേക്ക് പോകുമ്പോ India UAE to deepen defense cooperation. India UAE to deepen defense cooperation. UAE defense minister and the crown prince of Dubai. ദുബായിയുടെ കിരീടാവകാശി. ദുബായിയുടെ കിരീടാവകാശി എന്ന് പറയാം, UAE യുടെ കിരീടാവകാശി എന്നല്ല പറഞ്ഞു. ദുബായിൽ ഓരോ എമിറേറ്റ്സിന് ഓരോ കിരീടാവകാശികളുണ്ട്. അതാണ് ദുബായ് ക്രൗൺ പ്രിൻസ് ആണ്. പക്ഷേ UAE യുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തും എന്നാണ്. പേര് പഠിക്കാൻ ഇത്തിരി വലിയ പേരാണ്. അവിടുത്തെ രാജാക്കന്മാരൊക്കെ പേരുകൾ അങ്ങനെയാണ്. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തും. ഹീസ് ഇൻ ഇന്ത്യ കറന്റ്ലി
since he is the defense minister of UAE, he held discussions with the defense minister of India, Rajnath Singh, and decided to deepen the defense cooperation. ഈ ഭാവിയിൽ ഇന്ത്യയും UAE കൂടെ ചേർന്ന് ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊഡക്ഷൻ ഒക്കെ നടത്താൻ, ഒരുമിച്ച് റിസർച്ച് നടത്തി ഒരുമിച്ച് പ്രൊഡക്ഷൻ ഒക്കെ നടത്താനുള്ള പ്ലാൻ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ് അവിടെ. പിന്നെ താഴോട്ട് വരുമ്പോൾ കുനാൽ കംറയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണ്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. പിന്നെ റിമൂവ് ഡിഫമേറ്ററി കണ്ടന്റ് അബൌട്ട് ANI, Delhi High Court tells Wikimedia Foundation. That was also discussed by me in detail yesterday or day before yesterday, because in Hindu newspaper that was a editorial. I think yesterday or day before yesterday. അപ്പൊ ഞാൻ പറഞ്ഞു വിക്കിമീഡിയ ഫൗണ്ടേഷൻ ആണ് വിക്കിപീഡിയ എന്ന് പറഞ്ഞ ഓൺലൈൻ എൻസൈക്ലോപീഡിയ നടത്തുന്നത്. അതിൽ ANI, ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ന്യൂസ് ഏജൻസിയെ കുറിച്ച് മലീഷ്യസ് ആയിട്ടുള്ള ചില കണ്ടന്റ് വന്നു. അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞേക്കാണ് ഹൈക്കോർട്ട് ഓഫ് ഡൽഹി. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസാണ്. NHRC, National Human Rights Commission. Who is the chairperson of NHRC, National Human Rights Commission? Because it is very important to remember the name of the chairperson of the National Human Rights Commission, India's apex body for protecting the human rights. National Human Rights Commission. അതിന്റെ പേര് രാമ സംതിങ് എന്നാണ്, രാമസുബ്രാവു അങ്ങനെ എന്തോ ആണ്. ഒരു സെക്കൻഡ്. NHRC ചെയർപേഴ്സൺ സുപ്രീം കോടതിയിലെ പഴയ ജഡ്ജിയാണ്. അതെ, രാമസുബ്രഹ്മണ്യൻ ഈസ് ദ ചീഫ് ഓഫ് NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. പിന്നെ മേധ പട്കർ, ഷീസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഷീസ് ഇൻ prison now because court awarded 2 years or 1 year prison sentence to Medha Patkar in a defamation case filed by Delhi Lieutenant Governor Vinay Kumar Saxena. Vinay Kumar Saxena is the governor of Delhi, Lieutenant Governor of Delhi. അദ്ദേഹത്തിനെതിരെ എന്തോ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി ഈ മേധ പട്കർ. അങ്ങനെ അവർക്ക് ഇപ്പൊ ഇംപ്രിസൺമെന്റ് വിധിച്ചിരിക്കുകയാണ്. മേധ പട്കർ ഈസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ന്യൂസുകളുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ബാക്കിയെല്ലാം പൊളിറ്റിക്സ് ആണ്. കോൺഗ്രസിന്റെ പാർട്ടി സമ്മേളനം ഇപ്പൊ നടത്തിയ അഹമ്മദാബാദിൽ വെച്ച് അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകളാണ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ bilateral arrangements taking over multilateralism, finance minister. That is very true. Multilateralism means you take the example of WTO, World Trade Organization. World Trade Organization was formed to promote multilateralism in trade related issues. അതല്ലേ, അതായത് ലോകം മുഴുവനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് നിയമം കൊണ്ടുവരിക, പരസ്പരം രാജ്യങ്ങൾ ട്രേഡ് പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെയായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒക്കെ വരുന്നതിന് മുമ്പേ തന്നെ, കോവിഡ് ഒക്കെ ഉണ്ടായ സമയത്ത് തന്നെ, കൺട്രീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ്, ഓൾ കൺട്രീസ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻവേർഡ്സ്. എല്ലാവരും സ്വയം സെൽഫ് പ്രൊട്ടക്ഷന്റെ ഒക്കെ കാലത്ത് അതിലേക്ക് പോയി. സോ മൾട്ടിലാറ്ററലിസം ഗോട്ട് സിവിയർലി ഡാമേജ്. നൗ കൺട്രീസ് ആർ പ്രൊമോട്ടിംഗ് ബൈലാറ്ററലിസം. Now the countries are starting to invest more in bilateral aspects of the relationship. Trade, bilateral trade agreement. India is going to sign a BTA with the USA soon. In this year itself, BTA, bilateral trade agreement. Why? Because many countries are now becoming more protectionist. They are fearful about the prospects of multilateralism. That is the opinion of our finance minister also. She is on a visit to UK, and India is also going to sign a FTA, free trade agreement with the UK soon. അതൊരു ടൈപ്പ് ഓഫ് ബയലാറ്ററൽ അഗ്രിമെന്റ് അല്ലേ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള. അപ്പൊ അതും ഉടനെ സൈൻ ചെയ്യാൻ പോയാൽ മിക്കവാറും അതൊക്കെ ഈ വർഷം തന്നെ നടക്കും. അപ്പൊ അവരിപ്പോ ഒരു UK വിസിറ്റിലാണ്. അപ്പൊ അവിടെ ഗിഫ്റ്റ് സിറ്റിയെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഗിഫ്റ്റ് സിറ്റി, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗിഫ്റ്റ് സിറ്റി. ഗിഫ്റ്റ് സിറ്റി മീൻസ് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി, ഗിഫ്റ്റ് സിറ്റി, ഇറ്റ് ഈസ് ഇൻ ഗുജറാത്ത്. അപ്പം അത് അഹമ്മദാബാദിന് അടുത്താണ്. ഈ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന സെസ്. അപ്പൊ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ UK കമ്പനീസിനൊക്കെ അവർ വിളിച്ചേക്കാണ്. പിന്നെ മുദ്ര ലോണിന്റെ 10ാം വർഷമായിരുന്നു, 10th ആനിവേഴ്സറി. വാട്ട് ഈസ് മുദ്ര? മുദ്ര ഈസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ലോൺ envisaged by അല്ലെങ്കിൽ formulated by
Modi Ministry. Mudra, Micro Units Development and Refinancing Agency, that is Mudra. Micro Units Development and Refinancing Agency, that is Mudra. Mudra is working under SIDBI, Small Industries Development Bank of India. സിഡ്ബിയുടെ അണ്ടറിലാണ് മുദ്ര പ്രവർത്തിക്കുന്നത്. മുദ്ര ലോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 20 ലക്ഷം രൂപ വരെ, ആദ്യം സ്റ്റാർട്ട് ചെയ്ത് 10 lakhs വരെ ആയിട്ടാണ്. ഇപ്പൊ അത് 20 lakhs ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കും സ്മോൾ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുവരെ ആയിട്ട് 10 വർഷം കൊണ്ട് 33 ലക്ഷം കോടി 33 lakh crores of rupees was dispersed as Mudra loans and helping crores of people to start their own business. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി. അതിൽ 50% SC ST OBC കാർക്കാണെന്നുള്ള വളരെ ഹാർട്ടനിങ് ആയിട്ടുള്ള കാര്യമാണ്. 50% SC ST ആൻഡ് OBC കാർക്കാണ് കിട്ടിയേക്കുന്നത്. അതിൽ 70% ഓൺടർപ്രണേഴ്സും വിമൻ ആണെന്നും ഇന്നലെ പ്രൈം മിനിസ്റ്റർ ഇതിന്റെ 10th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു. വളരെ നല്ലൊരു സ്കീമാണ് മുദ്ര, മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി. പ്രീവിയസ്ലി ഇറ്റ് വാസ് 10 lakhs rupees without any collateral. Now that has been enhanced to 20 lakhs rupees in the previous budget. Previous budget means 2023 budget. പിന്നെ UAN എന്താണെന്ന് പഠിച്ചു വെച്ചാൽ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ. EPFO എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു അക്കൗണ്ട് നമ്പറാണ്, നമുക്ക് കിട്ടേണ്ട ഒരു അക്കൗണ്ട് നമ്പറാണ്. അതിൽ PF ഒക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് EPFO ഒക്കെ. പിന്നെ താഴോട്ട് വരുമ്പോൾ സ്കൈമെറ്റ് ഫോർകാസ്റ്റ് നോർമൽ. ഈ വർഷം വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മൺസൂൺ. നമുക്ക് മഴ കുറവൊന്നും ആയിരിക്കത്തില്ല, ശകലം കൂടാനേ സാധ്യതയുള്ള സ്കൈമെറ്റ് പറഞ്ഞത്. സ്കൈമെറ്റ് ഈസ് എ പ്രൈവറ്റ് വെതർ ഫോർകാസ്റ്റിംഗ് ഏജൻസി. ഇൻ ഇന്ത്യ യൂഷ്വലി വെതർ ഫോർകാസ്റ്റിംഗ് ഈസ് ബീങ് ഡൺ ബൈ IMD, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അവരാണ് കാലാവസ്ഥാ നിരീക്ഷണം നടന്ന IMD, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. കറന്റ്ലി there are private agencies also, and India's foremost private agency is Skymet. They are forecasting weather and they are predicting a normal monsoon. It is actually a music to the ears of the people of India, especially farmers. നമുക്ക് നോർമൽ മൺസൂൺ കിട്ടിയാൽ നമുക്ക് നല്ല കാര്യമല്ലേ, നമുക്ക് അഗ്രികൾച്ചറൊക്കെ നല്ല പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും, ഇൻഫ്ലേഷൻ ഒക്കെ കുറഞ്ഞിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതൊന്നും ഇനി പറയുന്നില്ല. മാർക്കറ്റ് റീകൂപ്പ് ചെയ്തു ഇന്നലെ വലിയൊരു ഇടിവിന് ശേഷം. ഞാനത് JLR-നെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. JLR is Jaguar and Land Rover, iconic brands of UK, iconic car brands of UK. Now it is the brands of Tata Group. Now previous, I think before 8 to 10 years, Tata acquired JLR, Jaguar and Land Rover. ഇപ്പൊ അത് ഇന്ത്യൻ ബ്രാൻഡുകളായിട്ട് മാറി. ബ്രിട്ടൻ്റെതാണെങ്കിലും ടാറ്റയിലാണ് JLR, Jaguar and Land Rover. പിന്നെ നെക്സ്റ്റ് 25 സമ്മിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സമ്മിറ്റ് നടന്നത് എവിടെ നടന്നിരിക്കണം? മഹാരാഷ്ട്ര. അതൊരു ബിസിനസ് സമ്മിറ്റ് ആണ്. നെക്സ്റ്റ് 25 NXT 25. പിന്നെ government notifies rupees 22,919 crore SOP scheme for electronic parts. ഇന്ത്യയിൽ ഇലക്ട്രോണിക് പാർട്സുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി 22,919 crore ഒരു സ്കീം അനൗൺസ് ചെയ്ത് ഇന്ത്യയുടെ ഇലക്ട്രോണിക് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ്. നമുക്കറിയാം നമ്മൾ ഇന്ത്യ ഐഫോണൊക്കെ ഒരുപാട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇപ്പം. പക്ഷെ അപ്പോഴും അതിന്റെ സബ് കമ്പോണൻസ് ഉണ്ടല്ലോ, അതിന്റെ ഇലക്ട്രോണിക് പാർട്സ്, അതിന്റെ മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ കുറവാണ്. അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം വരുന്നത്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ സൗത്ത് കൊറിയയിൽ ഇലക്ഷൻ നടക്കാൻ പോണ കാര്യം ഞാൻ പറഞ്ഞു June 3. അത് ആ ന്യൂസ് ഇവിടെ കാണാം. പിന്നെ ശ്രീലങ്കയിലെ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നമുക്ക് വേണ്ട. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സ് ഇസ്രായേലിനെ ഗാസ അറ്റാക്കിന്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ന്യൂസ് കാണാം. ഹു ഇസ് ദ സെക്രട്ടറി ജനറൽ ഓഫ് UN? Antonio Guterres. Antonio Guterres is from Portugal. പോർച്ചുഗലുകാരനാണ് Antonio Guterres. പിന്നെ US-ഉം ഇറാനും തമ്മിൽ ന്യൂക്ലിയർ ടോക്സ് നടത്താൻ പോണു. US-ഉം ഇറാനും തമ്മിൽ ന്യൂക്ലിയർ ടോക്സ് നടത്താൻ പോണു. എവിടെ വെച്ചാണ് നടന്നിരിക്കണം? ഒമാനിൽ വെച്ചാണ്. ഒമാനിൽ വെച്ച് US-ഉം ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ ടോക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ ചോദിക്കാം. The nuclear talks between USA and Iran was held at which of the following Gulf countries എന്ന് വെച്ചിട്ട് UAE, ഒമാൻ, സൗദി, കുവൈറ്റ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ തരും. പിന്നെ നാറ്റോയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. നാറ്റോ, വാട്ട് ഈസ് നാറ്റോ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ദ മിലിറ്ററി അലയൻസ് of European countries and USA. USA is the leading country in NATO, North Atlantic Treaty Organization, and many European countries are members of NATO. NATO headquarters is in Brussels. Brussels is the capital of Belgium. NATO headquarters is in Brussels. Brussels is the capital of Belgium. And NATO chief is Mark Rutte. Mark Rutte is the chief നെ പറഞ്ഞ സെക്രട്ടറി ജനറൽ എന്നാണ്. NATO സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടി.
താഴോട്ട് വരുമ്പോ സോയൂസ് സ്പേസ് ക്രാഫ്റ്റ് ഹെഡ്സ് ടു ISS. ISS മീൻസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അവിടേക്ക് സോയൂസ് എന്ന് പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റ് 3 പേരെയും കൊണ്ട് പോയേക്കുന്നു, 2 റഷ്യൻസിനെയും ഒരു അമേരിക്കക്കാരനെയും. ഇപ്പൊ സുനിത വില്യംസ് ഒക്കെ വന്നേലേ ഉള്ളൂ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ. സോയൂസ് സ്പേസ് ക്രാഫ്റ്റ് ആരെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത്? റഷ്യയുടെ സ്പേസ് ക്രാഫ്റ്റ് ആണ് സോയൂസ്. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ കംപ്ലീറ്റ്ലി IPL അതിന്റെ ആവശ്യമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ടെന്നീസില് ബില്ലി ജീൻ കിങ് കപ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ബില്ലി ജീൻ കിങ് കപ്പ്? ബില്ലി ജീൻ കിങ് കപ്പ് എന്ന് പറഞ്ഞാല് ബില്ലി ജീൻ കിങ് കപ്പ് എന്ന് പറഞ്ഞാല് വിമനിന് മാത്രമല്ല, എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ. Men cannot participate in Billie Jean King Cup, and it is a team event also. Women cannot participate in this Billie Jean King Cup individually. They can represent their country only. India is participating in Billie Jean King Cup. Japan is participating. US is participating. A lot of countries are participating. Okay. അപ്പൊ അതില് ഇന്ത്യയിലെ കുറച്ച് താരങ്ങളുടെ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതില് ചില ഈ അങ്കിത റെയ്ന എന്ന് പറഞ്ഞൊരു പേര് കൂടെ കിടപ്പുണ്ട്. ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അങ്കിത റെയ്ന ഏത് സ്പോർട്സിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അത് ടെന്നീസിലാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. അടുത്ത ന്യൂസ് പേപ്പർ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.